നെക്സ്റ്റ് ടോപ്പിക് കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ. XY പ്ലെയിനിലോ അതല്ലെങ്കിൽ 3D സ്പേസിലോ ഉള്ള ഒരു സ്മൂത്ത് കേവിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ആ കേവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെക്റ്റർ ഫംഗ്ഷനാണ് വെക്റ്റർ ആർ ഓഫ് ടി എന്നും അസ്യൂം ചെയ്യുന്നു. ദെൻ കേവ് സിയിലെ ഏതൊരു പോയിന്റിലെയും പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ആണെന്നും അതിന്റെ സ്പീഡ് വി ഈക്വൽ ടു ds/dt ഈക്വൽ ടു നോം ഓഫ് വി ഓഫ് ടി ആണെന്നും നമുക്കറിയാം. ഇവിടെ പാർട്ടിക്കിളിന്റെ സ്പീഡ് വി ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ വെക്റ്റർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് വെക്റ്റർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ വി ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ വി ഓഫ് ടി. നോം ഓഫ് വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു വി ആയതുകൊണ്ട് ഇതിൽ നിന്നും വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു വി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടും. ഈ എക്സ്പ്രഷനിൽ വി ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷനും ടി ഒരു വെക്ടറുമാണ്. പാർട്ടിക്കിളിന് കേവ് സിയിലെ എല്ലാ പോയിന്റിലും സെയിം സ്പീഡ് ആവണമെന്ന് നിർബന്ധമില്ല. അതായത് വി ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആവണമെന്നില്ല. അത് പാരാമീറ്റർ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ വി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു വി ഇൻറ്റു വെക്റ്റർ ഡി ടി ബൈ ഡി ടി പ്ലസ് ഡി വി ബൈ ഡി ടി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടും. ഫോർ ഓൾ പാരാമീറ്റർ വാല്യൂ ടി വെക്റ്റർ ടി ഓഫ് ടി ഒരു യൂണിറ്റ് വെക്റ്റർ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് നോം ഓഫ് വെക്റ്റർ ടി ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി. വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ടി ഈക്വൽ ടു നോം ഓഫ് വെക്റ്റർ ടി സ്ക്വയർ ആയതുകൊണ്ട് വെക്റ്റർ ടി ഓഫ് ടി ഡോട്ട് വെക്റ്റർ ടി ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി എന്ന് കിട്ടും. ഇതിന് രണ്ട് സൈഡും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ ടി ഓഫ് ടി ഡോട്ട് വെക്റ്റർ ടി ഓഫ് ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ടി ഈക്വൽ ടു 0. തിയറം 9.1.4ന്റെ തേർഡ് പാർട്ടിൽ നിന്നും ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ടി ഈക്വൽ ടു വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ഡി ടി ബൈ ഡി ടി പ്ലസ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഡോട്ട് വെക്റ്റർ ടി എന്ന് കിട്ടും. വെക്റ്റേഴ്സിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ടി ഈക്വൽ ടു 2 ഇൻറ്റു വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ഡി ടി ബൈ ഡി ടി വിച്ച് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് വെക്റ്റർ ടി ഡോട്ട് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു 0. സോ കർവ് സിയിലെ ഏതൊരു പോയിന്റ് പി ചൂസ് ചെയ്താലും ആ പോയിന്റിലെ വെക്റ്റേഴ്സ് വെക്റ്റർ ടിയും വെക്റ്റർ ഡി ടി ബൈ ഡി ടിയും ഓർത്തോഗണൽ ആയിരിക്കും. ദെൻ നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി നോൺ സീറോ ആണെങ്കിൽ വെക്റ്റർ എൻ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി എന്ന വെക്റ്ററിനെ യൂണിറ്റ് നോർമൽ വെക്റ്റർ ടു ദി കർവ് സി അറ്റ് ദി പോയിന്റ് പി എന്ന് പറയും. വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഒരു നോർമൽ വെക്റ്റർ ആണ്. ആ വെക്റ്ററിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് വെക്റ്റർ എൻ. ഈ വെക്റ്റർ എന്നിനെ പ്രിൻസിപ്പൽ നോർമൽ എന്നും വിളിക്കാറുണ്ട്. കർവേച്ചർ കാപ്പ ഓഫ് ടി ഈക്വൽ ടു നോം ഓഫ് വെക്റ്റർ ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് കർവേച്ചർ കാപ്പ ഓഫ് ടി ഈക്വൽ ടു നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ വി ഓഫ് ടി. നോം ഓഫ് വെക്റ്റർ വി ഓഫ് ടി ഈക്വൽ ടു വി ആയതുകൊണ്ട് എബോവ് ഇക്വേഷനിൽ നിന്നും കാപ്പ ഈക്വൽ ടു നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ വി എന്ന് കിട്ടും. സോ നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. നൗ വെക്റ്റർ എൻ ഓഫ് ടി ഈക്വൽ ടു വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഇംപ്ലൈസ് ദാറ്റ് വെക്റ്റർ ഡി ടി ബൈ ഡി ടി ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി ഇൻറ്റു വെക്റ്റർ എൻ. നമുക്ക് നേരത്തെ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു വി ഇൻറ്റു വെക്റ്റർ ഡി ടി ബൈ ഡി ടി പ്ലസ് ഡി വി ബൈ ഡി ടി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടിയിരുന്നു. അതിൽ വെക്റ്റർ ഡി ടി ബൈ ഡി ടിക്ക് പകരം ഇപ്പോൾ കിട്ടിയത് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു വെക്റ്റർ എൻ പ്ലസ് ഡി വി ബൈ ഡി ടി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടും. ഇവിടെ കാപ്പ ഇൻറ്റു വി സ്ക്വയറും ഡി വി ബൈ ഡി ടിയും സ്കാലാർ ഫംഗ്ഷൻസും വെക്റ്റർ എന്നും വെക്റ്റർ ടിയും യൂണിറ്റ് വെക്റ്റേഴ്സുമാണ്. എൻ ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി സ്ക്വയർ ആൻഡ് എ ടി ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്ന് ഡിനോട്ട് ചെയ്താൽ വെക്റ്റർ എ ഓഫ് ടി ഈക്വൽ ടു എൻ ഇൻറ്റു വെക്റ്റർ എൻ പ്ലസ് എ ടി ഇൻറ്റു വെക്റ്റർ ടി എന്ന് കിട്ടും. വെക്റ്റർ ടിയും വെക്റ്റർ ഡി ടി ബൈ ഡി ടിയും ഓർത്തോഗണൽ ആയതുകൊണ്ട്
വെക്ടർ ടിയും വെക്ടർ എന്നും ഓർത്തോഗണലായിരിക്കും. an ഇൻറ്റു വെക്ടർ എന്നിന്റെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറും at ഇൻറ്റു വെക്ടർ ടിയുടെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടറും ആയതുകൊണ്ട് an ഇൻറ്റു വെക്ടർ എന്നും at ഇൻറ്റു വെക്ടർ ടിയും ഓർത്തോഗണലായിരിക്കും. സോ ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ വെക്ടർ എനെ രണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. സോ ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ വെക്ടർ എനെ രണ്ട് ഓർത്തോഗണൽ വെക്ടേഴ്സിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കും. സ്കേലാർ ഫംഗ്ഷൻ at ഈക്വൽ ടു dv/dt ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്നും സ്കേലാർ ഫംഗ്ഷൻ an ഈക്വൽ ടു കാപ്പ ഇൻറ്റു v² നോർമൽ കമ്പോണന്റ് ഓഫ് ആക്സിലറേഷൻ എന്നും വിളിക്കും. at-യും a-നും കണ്ടുപിടിക്കുവാനുള്ള ഫോർമുലാസ് പിന്നീട് നമ്മൾ പഠിക്കും. നമ്മൾ ഇതുവരെ രണ്ട് യൂണിറ്റ് വെക്ടേഴ്സ് പരിചയപ്പെട്ടു. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടിയും പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ എന്നും. ഇനി നമുക്ക് മൂന്നാമതൊരു യൂണിറ്റ് വെക്ടർ പരിചയപ്പെടാം. ബൈനോർമൽ വെക്ടർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബൈനോർമൽ വെക്ടർ b ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ടി ഓഫ് ടി ക്രോസ് വെക്ടർ n ഓഫ് ടി. ഫോർ എനി ടു വെക്ടേഴ്സ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി വെക്ടർ എയോടും വെക്ടർ ബിയോടും ഓർത്തോഗണലായിട്ടുള്ള ഒരു വെക്ടർ ആണെന്ന് നമുക്കറിയാം. സോ വെക്ടർ ടി ഓഫ് ടി ക്രോസ് വെക്ടർ n ഓഫ് ടി, ദാറ്റ് ഈസ് വെക്ടർ ബി ഓഫ് ടി, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടിയോടും പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ എന്നിനോടും ഓർത്തോഗണലാണ്. ഓൾറെഡി വെക്ടർ ടിയും വെക്ടർ എന്നും ഓർത്തോഗണലായതുകൊണ്ട് വെക്ടർ ടി, വെക്ടർ എൻ, വെക്ടർ ബി ഇവ മ്യൂച്വലി ഓർത്തോഗണലാണ്. മൂന്ന് വെക്ടേഴ്സിന്റെയും ഇനീഷ്യൽ പോയിന്റ് സെയിമുമാണ്. സോ ഈ മൂന്ന് വെക്ടേഴ്സും ഒരു റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം ഫോം ചെയ്യുന്നു. അതിനെ മൂവിംഗ് ട്രൈഹെഡ്രൽ എന്നാണ് വിളിക്കുന്നത്. കർവ് സിയിലെ എല്ലാ പോയിന്റ്സിലും ഇതുപോലെ മ്യൂച്വലി ഓർത്തോഗണലായിട്ടുള്ള മൂന്ന് വെക്ടേഴ്സ് കിട്ടും. ടി വാരി ചെയ്യുന്നതിനനുസരിച്ച് ഈ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം കർവ് സിയിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വെക്ടർ ടിയും വെക്ടർ എന്നും ഡിറ്റർമിൻ ചെയ്യുന്ന പ്ലെയിനിനെ, അതായത് ആ രണ്ട് വെക്ടേഴ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിനെ ഓസിലേറ്റിംഗ് പ്ലെയിൻ എന്നാണ് വിളിക്കുന്നത്. വെക്ടർ എന്നും വെക്ടർ ബിയും ഡിറ്റർമിൻ ചെയ്യുന്ന പ്ലെയിനിനെ നോർമൽ പ്ലെയിൻ എന്നും വെക്ടർ ടിയും വെക്ടർ ബിയും ഡിറ്റർമിൻ ചെയ്യുന്ന പ്ലെയിനിനെ റെക്ടിഫൈയിങ് പ്ലെയിൻ എന്നും വിളിക്കുന്നു. ഈ മൂന്ന് വെക്ടേഴ്സിനും താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്: വെക്ടർ ബി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ടി ഓഫ് ടി ക്രോസ് വെക്ടർ എൻ ഓഫ് ടി, വെക്ടർ എൻ ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ബി ഓഫ് ടി ക്രോസ് വെക്ടർ ടി ഓഫ് ടി, and vector t of t equal to vector n of t cross vector b of t. യൂണിറ്റ് വെക്ടേഴ്സ് വെക്ടർ ഐ, വെക്ടർ ജെ, വെക്ടർ കെ ഇവയ്ക്കുള്ള പ്രോപ്പർട്ടീസ് പോലെ. സോ സെറ്റ് ഓഫ് ത്രീ വെക്ടേഴ്സ് വെക്ടർ ടി, വെക്ടർ എൻ, വെക്ടർ ബി ഒരു മൂവബിൾ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ഫോം ചെയ്യുന്നു എന്ന് പറയാം. ഈ മൂവബിൾ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ TNB ഫ്രെയിം എന്നാണ് യൂഷ്വലി പറയാറുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. First one, the position of a moving particle is given by vector r of t equal to 2 cos ti plus 2 sin t j plus 3 t k. Find the vectors vector t, vector n and vector b. Find the curvature. ഒരു മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അതിന്റെ പാത്തിലെ ആർബിട്രറി പോയിന്റിലെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടിയും പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ എന്നും ബൈനോർമൽ വെക്ടർ ബിയും കണ്ടുപിടിക്കുവാനാണ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ കർവേച്ചർ കൂടി കണ്ടുപിടിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന കർവിന്റെ വെക്ടർ ഇക്വേഷൻ വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos ti പ്ലസ് 2 sin t j പ്ലസ് 3 t k. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് വെക്ടർ ആർ ഡാഷ് ഓഫ് ടി. Here vector r dash of t equal to minus 2 sin t I plus 2 cos t j plus 3k. So norm of vector r dash of t equal to root of 4 sin square t plus 4 cos square t plus 9, which is equal to root 13. Therefore vector t of t equal to minus 2 by root 13 sin t I plus 2 by root 13 cos t j plus 3 by root 13k. Then principal normal vector n of t equal to vector dt by dt divided by norm of vector dt by dt.
Here vector dt by dt equal to minus 2 by root 13 cos t I minus 2 by root 13 sin t j. Norm of vector dt by dt equal to root of 4 by 13 cos square t plus 4 by 13 sin square t, which is equal to 2 by root 13. So vector n of t equal to minus cos ti minus sin t j. ഇനി ബൈനോർമൽ വെക്ടർ കണ്ടുപിടിക്കുവാനുണ്ട്. വെക്ടർ ബി ഓഫ് ടി ഈക്വൽ ടു വെക്ടർ ടി ഓഫ് ടി ക്രോസ് വെക്ടർ എൻ ഓഫ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഐ ജെ കെ minus 2 by root 13 sin t, 2 by root 13 cos t, 3 by root 13 minus cos t minus sin t 0. ഇത് എക്സ്പാൻഡ് ചെയ്താൽ വെക്ടർ ബി ഓഫ് ടി ഈക്വൽ ടു 3 by root 13 sin t I minus 3 by root 13 cos t j plus 2 by root 13 k എന്ന് കിട്ടും. ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി കേർവിലെ ആർബിട്രറി പോയിന്റിലെ കർവേച്ചർ കണ്ടുപിടിക്കാം. Curvature cap of t equal to norm of vector dt by dt divided by norm of vector r dash of t. Here norm of vector dt by dt equal to 2 by root 13 and norm of vector r dash of t equal to root 13. So cap of t equal to 2 by root 13 divided by root 13 is equal to 2 by 13. So curveലെ എല്ലാ പോയിന്റ്സിലും സെയിം കർവേച്ചർ ആണ്. അതായത് കാപ്പ് ഓഫ് ടി ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഇത്രയുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. At the point corresponding to t equal to pi by 2 on the circular helix, vector r of t equal to 2 cos ti plus 2 sin t j plus 3 t k. Find an equation of first one, the oscillating plane, second one, the normal plane, and third one, the rectifying plane. പ്രീവിയസ് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത ഹെലിക്സിന്റെ പാരാമീറ്റർ വാല്യൂ ടി ഈക്വൽ ടു പൈ ബൈ 2 കറസ്പോണ്ടിങ് ആയ പോയിന്റിലെ ഓസിലേറ്റിംഗ് പ്ലെയിനിന്റെയും നോർമൽ പ്ലെയിനിന്റെയും റെക്ടിഫൈങ് പ്ലെയിനിന്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആദ്യം ടി ഈക്വൽ ടു പൈ ബൈ 2 കറസ്പോണ്ടിങ് ആയ കേർവിലെ പോയിന്റ് കണ്ടുപിടിക്കാം. വെക്ടർ ആർ ഓഫ് പൈ ബൈ 2 ഈക്വൽ ടു 2j plus 3 pi by 2k. So corresponding point odd triple 0, 2, 3 pi by 2. ഈ പോയിന്റിലെ ഓസിലേറ്റിംഗ് പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പാർട്ട് എയിൽ പറഞ്ഞിട്ടുള്ളത്. പ്ലെയിനിലെ ഒരു പോയിന്റും പ്ലെയിനിനോട് നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. ഒരു പ്ലെയിൻ ഓഡ് ട്രിപ്പിൾ x0, y0, z0 എന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുകയും ai plus bj plus ck എന്ന വെക്ടർ പ്ലെയിനോട് നോർമലുമാണെങ്കിൽ ആ പ്ലെയിനിന്റെ ഇക്വേഷൻ a into x minus x0 plus b into y minus y0 plus c into z minus z0 equal to 0. ഇവിടെ വെക്ടർ ai plus bj plus ck യൂണിറ്റ് വെക്ടർ ആവണമെന്നൊന്നും നിർബന്ധമില്ല. വെക്ടർ ടിനെയും വെക്ടർ എന്നിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനാണ് ഓസിലേറ്റിംഗ് പ്ലെയിൻ. വെക്ടർ ബി ഈക്വൽ ടു വെക്ടർ ടി ക്രോസ് വെക്ടർ എൻ വെക്ടർ ടിയോടും വെക്ടർ എന്നിനോടും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവയെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിനോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഹിയർ വെക്ടർ ബി ഓഫ് പൈ ബൈ 2 ഓസിലേറ്റിംഗ് പ്ലെയിനിനോട് നോർമൽ ആയിട്ട് ഒരു വെക്ടർ ആയിരിക്കും. അതുപോലെ ടി ഈക്വൽ ടു പൈ ബൈ 2 കറസ്പോണ്ടിങ് ആയ പോയിന്റ് ഓഡ് ട്രിപ്പിൾ 0, 2, 3 പൈ ബൈ 2 ആ പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യുന്നുമുണ്ട്. വെക്ടർ ബി ഓഫ് ടി നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിരുന്നു. വെക്ടർ ബി ഓഫ് ടി ഈക്വൽ ടു 3 by root 13 sin t I minus 3 by root 13 cos t j plus 2 by root 13 k. So vector b of pi by 2 equal to 3 by root 13 I plus 2 by root 13 k. ഈ വെക്ടർ ഓസിലേറ്റിംഗ് പ്ലെയിനോട് നോർമലാണ്. 3i plus 2k എന്ന വെക്ടർ ഈ വെക്ടറിന്റെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 3i plus 2k എന്ന വെക്ടറും ഓസിലേറ്റിംഗ് പ്ലെയിനോട് നോർമൽ ആയിരിക്കും. ഫ്രാക്ഷൻസ് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെക്ടർ കൺസിഡർ ചെയ്യുന്നത്. സോ ഓസിലേറ്റിംഗ് പ്ലെയിൻ ഓഡ് ട്രിപ്പിൾ 0, 2, 3 pi by 2 എന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുപോലെ 3i plus 0j plus 2k എന്ന വെക്ടർ ഈ പ്ലെയിനിനോട് നോർമലുമാണ്. സോ ഓസിലേറ്റിംഗ് പ്ലെയിനിന്റെ ഇക്വേഷൻ
3 into x minus 0 plus 0 into y minus 2 plus 2 into z minus 3 pi by 2 equal to 0. That is 3x plus 2z equal to 3 pi. ഇതാണ് ഓസിലേറ്റിംഗ് പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇനി നോർമൽ പ്ലെയിനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആ പ്ലെയിൻ വെക്ടർ n ഓഫ് പൈ ബൈ ടുവിനെയും വെക്ടർ b ഓഫ് പൈ ബൈ ടുവിനെയും കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് വെക്ടർ t ഓഫ് പൈ ബൈ ടു ഈക്വൽ ടു വെക്ടർ n ഓഫ് പൈ ബൈ ടു ക്രോസ് വെക്ടർ b ഓഫ് പൈ ബൈ ടു നോർമൽ പ്ലെയിനിനോട് നോർമൽ ആയിരിക്കും. അതുപോലെ ആ പ്ലെയിൻ ഓർഡർ ട്രിപ്പിൾ 0, 2, 3 പൈ ബൈ ടു എന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുമുണ്ട്. വെക്ടർ ടി ഓഫ് ടി നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിരുന്നു. വെക്ടർ ടി ഓഫ് ടി ഈക്വൽ ടു -2 by root 13 sin t I plus 2 by root 13 cos t j plus 3 by root 13 k. So vector t of pi by 2 equal to -2 by root 13 I plus 0 j plus 3 by root 13 k. ഈ വെക്ടറിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയ -2y plus 0 j plus 3k നോർമൽ പ്ലെയിനിനോട് നോർമൽ ആയിരിക്കും. അതുപോലെ ആ പ്ലെയിൻ ഓർഡർ ട്രിപ്പിൾ 0, 2, 3 പൈ ബൈ 2 എന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുമുണ്ട്. സോ നോർമൽ പ്ലെയിനിന്റെ ഇക്വേഷൻ -2 into x minus 0 plus 0 into y minus 2 plus 3 into z minus 3 pi by 2 equal to 0. That is -4x plus 6z equal to 9 pi. ഇതാണ് നോർമൽ പ്ലെയിനിന്റെ ഇക്വേഷൻ. ഇനി റെക്ടിഫൈങ് പ്ലെയിനിന്റെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കാനുണ്ട്. ആ പ്ലെയിൻ വെക്ടർ ടി ഓഫ് പൈ ബൈ ടുവിനെയും വെക്ടർ ബി ഓഫ് പൈ ബൈ ടുവിനെയും കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് വെക്ടർ n ഓഫ് പൈ ബൈ ടു ആ പ്ലെയിനോട് നോർമൽ ആയിരിക്കും. വെക്ടർ n ഓഫ് ടി പ്രീവിയസ് പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. വെക്ടർ n ഓഫ് ടി ഈക്വൽ ടു മൈനസ് കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. സോ വെക്ടർ n ഓഫ് പൈ ബൈ ടു ഈക്വൽ ടു 0i minus j plus 0k. റെക്ടിഫൈങ് പ്ലെയിനോട് ഈ വെക്ടർ നോർമൽ ആയിരിക്കും. ഓൾസോ ഈ പ്ലെയിൻ ഓർഡർ ട്രിപ്പിൾ 0, 2, 3 പൈ ബൈ 2 എന്ന പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സോ റെക്ടിഫൈങ് പ്ലെയിനിന്റെ ഇക്വേഷൻ 0 into x minus 0 plus -1 into y minus 2 plus 0 into z minus 3 pi by 2 equal to 0. That is y equal to 2. ഇത്രയുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.